തിരുവചനം തിരുവചനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളിന്ന് ശ്രവിക്കാൻ പോകുന്ന വചനം, ഞങ്ങളിന്ന് ചിന്തിക്കാൻ പോകുന്ന ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെ നേരിടാനുള്ള കരുത്ത് ഞങ്ങൾക്ക് ആർജിച്ചെടുക്കാൻ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മ ജീവിതത്തിൽ പ്രതിസന്ധികളെ നേരിട്ടതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികളെ നേരിടാൻ തക്ക കൃപ അമ്മ ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് എന്നോടുകൂടെ സ്ത്രീകളെ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. എൻ്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുള്ളമേ. ആമേൻ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43 അധ്യായം 1-2 വചനങ്ങൾ ഇപ്രകാരം പറയുന്നു. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുൾ ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. സമുദ്രത്തിലൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഇതിൻ്റെ സാഹചര്യം ഇതാണ്. യെശയ്യാ പ്രവാചകൻ ഇസ്രായേൽ ജനം ഈ ബാബിലോൺ പ്രവാസകാലത്ത് അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന കാലഘട്ടത്തിൽ അനേക പീഡനങ്ങളിലൂടെ, മർദ്ദനങ്ങളിലൂടെയൊക്കെ കടന്നുപോയ കാലഘട്ടങ്ങളിൽ യെശയ്യാ പ്രവാചകനിലൂടെ ഇവർക്ക് ലഭിച്ച വലിയൊരു വാഗ്ദാനമാണ് യെശയ്യായുടെ പുസ്തകം 43:1-2 വചനങ്ങൾ. അതിൽ ദൈവം ഇങ്ങനെ പറയുകയാണ്, ഒരു ഇസ്രായേൽ പൈതലിനെ നോക്കി, ഈ പീഡകളിലൂടെ കടന്നു പോകുന്ന പൈതലിനെ നോക്കി, ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന പൈതലിനെ നോക്കി, പ്രവാസത്തിലൂടെ കടന്നു പോകുന്ന ഒരു പൈതലിനെ നോക്കി പറയാണ്, നീ എൻ്റെയാണ്, നീ ഭയപ്പെടേണ്ട. ദൈവം കൊടുക്കുന്ന വലിയൊരു വാഗ്ദാനമാണ്, നീ ഭയപ്പെടേണ്ട, നീ എൻ്റെയാണ്, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ സമുദ്രത്തിലൂടെ പോയാലും അത് നിന്നെ മുക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ല. ശരിക്കും നമ്മൾ ഈ ഒരു ജനസമൂഹത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ലോകത്ത് ടെക്നോളജിക്കലി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മെഡിക്കലി, എല്ലാ രീതിയിലും ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ രാജ്യമെന്ന് പറയുന്നത് യഹൂദരാണ്, ജ്യൂസാണ്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സയൻറ്റിസ്റ്റാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ യഹൂദനാണ്, ജൂ ആണ്. കാരണം അവരെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ലോകത്തെ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അവരാണ്. സാമ്പത്തിക ശക്തികളെ നിയന്ത്രിക്കുന്നത് അവരാണ്. വില നിശ്ചയിക്കുന്നത് അവരാണ്. ആ രാജ്യത്തെ ആരും എതിർക്കാനായിട്ട് ധൈര്യപ്പെടുന്നില്ല. ആ വ്യക്തികളെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. ഇനി ഏത് ടെക്നോളജിക്കലി ആയിക്കൊള്ളട്ടെ, വേറെ ഒരു രാജ്യക്കാർക്കും അവരെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല. ഇനി നമ്മൾ ആദ്യ കാലഘട്ടങ്ങൾ തൊട്ട് ബൈബിളിൻ്റെ ചരിത്രം തുടങ്ങുന്നത് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ പീഡകൾ സഹിച്ച വേറൊരു ജനസമൂഹമില്ല. ശരിയല്ലേ? ഇതുപോലെ പീഡനത്തിലൂടെ കടന്നുപോയ ഒരു ജനസമൂഹമില്ല. ലോകത്താകമാനം ചിന്നിച്ചതറിക്കപ്പെട്ട ഒരു ജനസമൂഹം, അടിച്ചമർത്തപ്പെട്ട് നാടുകടത്തപ്പെട്ട്, അല്ലേ, അങ്ങനെ ഒരു ജനസമൂഹം. അങ്ങനെ ഒരു ജനസമൂഹം ഇന്നും പിടിച്ചു നിൽക്കാൻ കാരണം ഈ ഒരു വാഗ്ദാനമാണ്. യെശയ്യാ പ്രവാചകനിലൂടെ ലഭിച്ച ഈ വാഗ്ദാനം. യെശയ്യാ 43:1 അവർക്ക് ലഭിച്ച വാഗ്ദാനം, യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുൾ ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. അപ്പോൾ ഇസ്രായേൽ കുടുംബത്തിൽ, യഹൂദമത പാരമ്പര്യത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ ചെറുപ്പം തൊട്ട് അതിനെ പറഞ്ഞ് പഠിപ്പിക്കുന്ന വചനമാണ് യെശയ്യാ 43:1. അവളോട് പറഞ്ഞു കൊടുക്കുന്ന ഇതാണ്, കുഞ്ഞേ, നീ ദൈവത്തിൻ്റെയാണ്, നീ ഭയപ്പെടേണ്ട, നിൻ്റെ കൂടെ ദൈവമുണ്ട്, നീ ദൈവത്തിൻ്റെയാണ്, നീ ദൈവത്തിൻ്റെയാണ്, നീ ദൈവത്തിൻ്റെയാണ്. ഈ ഒരു കോൺഫിഡൻസാണ് ആ കുഞ്ഞിൻ്റെ മേൽ രക്ഷകർത്താക്കൾ, മാതാപിതാക്കൾ പകർന്നു കൊടുക്കുന്നത്, അവരുടെ അധരത്തിലൂടെ പകർന്നു കൊടുക്കുന്നത്. ഈ ഒരു ആത്മവിശ്വാസമാണ് അവരുടെ ഉള്ളിൽ നിറയപ്പെടുന്നത്. പൗലോസൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ വിശ്വാസം കേൾവിയിൽ നിന്നുമാണ്,
വിശ്വാസം കേൾവിയിൽ നിന്നുമാണ്. അങ്ങനെയെങ്കിൽ ഈ പറയണം, ഇത് പറഞ്ഞ് ഇങ്ങനെ കേട്ട് അവൻ്റെ മൈൻഡിൽ ഇങ്ങനെ ട്യൂൺ ചെയ്യപ്പെടുകയാണ്. അവൻ ദൈവത്തിൻ്റെയാണ്, അല്ലെ അവൾ ദൈവത്തിൻ്റെയാണ്, അവൻ്റെ കൂടെ അവളുടെ കൂടെ ദൈവമുണ്ട്. ഈ ഒരു ധൈര്യമാണ് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടു നടത്തുന്നത്. ഈ ഒരു ബോധ്യമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിലും അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അവന് ഇരുട്ടൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറയുമായിരുന്നു, എടാ അപ്പ ഉണ്ട് കൂടെ, നീ ധൈര്യമായിട്ട് ഇറങ്ങിക്കോ, അപ്പ ഉണ്ട് കൂടെ, നീ ധൈര്യമായിട്ട് ഇറങ്ങിക്കോ എന്ന് ഞാൻ വിളിച്ച് അവനെ ഇരുട്ടത്ത് ഞാൻ ഇറക്കി നടത്തും. എന്നാൽ പോലും അവന് പേടിയാണ്. അവൻ പെട്ടെന്ന് എൻ്റെ കയ്യിൽ കയറി മുറുക്കെ പിടിക്കും. അപ്പം ഇങ്ങനെ ഒരു ബോധ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തു, എൻ്റെ കുഞ്ഞേ, നീ ദൈവത്തിൻ്റെയാണ്, നീ ഈശോയുടെയാണ്, നിൻ്റെ കൂടെ ഈശോയുണ്ട്, ഈശോ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ ഭയപ്പെടേണ്ട. ഇതിങ്ങനെ പറഞ്ഞ് അതാണ് വിശ്വാസം കേൾവിയിൽ നിന്നുമാണ് വരുന്നത്. കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൽ നിന്നുമാണ്. ഇതിങ്ങനെ പറഞ്ഞ് അവൻ്റെ മൈൻഡിനെ അങ്ങ് ട്യൂൺ ചെയ്യാൻ തുടങ്ങി. ട്യൂൺ ചെയ്തിട്ട് ഇന്ന് അവന് ഇരുട്ടിനെ പേടിയില്ല, അവൻ ധൈര്യമായിട്ട് ഇറങ്ങും. അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ, ഈ യഹൂദ ജനങ്ങൾ ഈ ഒരൊറ്റ വചനത്തിൽ ആശ്രയിച്ച് ഇത്രമാത്രം അവർക്ക് മുന്നേറാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ വചനമാകുന്ന ദൈവം, മാലാഹയിലൂടെ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലേക്ക് വന്ന ദൈവം, നമ്മുടെ മധ്യേ ജീവിച്ച് മരിച്ച ദൈവം, നമ്മുടെ മധ്യ ഉദ്ധാനം ചെയ്ത് സ്വർഗത്തിൽ ഇന്നും വസിക്കുന്ന ദൈവം, പരിശുദ്ധ കുർബാനയായിട്ട് നമ്മുടെ ഉള്ളിൽ ഫിസിക്കലായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ദൈവം, അവിടെ ഒരു വാഗ്ദാനമായിട്ടാണ് കടന്നു വന്നത്, ഒരു വചനമായിട്ടാണ് ഓരോ വ്യക്തിയുടെ ഉള്ളിൽ കടന്നു വന്നതെങ്കിൽ ഇവിടെ ഫിസിക്കലായിട്ട് ആ വചനം തന്നെയാകുന്ന ദൈവം തന്നെ മുറിച്ച് മാംസവും രക്തവും വിശുദ്ധ കുർബാനയുടെ രൂപത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് വെച്ച് തരുമ്പോൾ ഫിസിക്കലായിട്ട് നമ്മുടെ ഉള്ളിൽ ഈ കർത്താവിനെ വാങ്ങിക്കുന്ന എനിക്കും നിങ്ങൾക്കും എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പക്ഷെ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുന്നുണ്ടോ? എവിടെയാണ് പ്രശ്നം വരുന്നത്? നമുക്ക് ഈ ബോധ്യം കിട്ടുന്നുണ്ടോ? അല്ലെ ഇങ്ങനെ ഒരു മഹാശക്തിയാണ് നമ്മുടെ ഉള്ളിൽ വരുന്നതെന്ന് ആരെങ്കിലും നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ടോ? ഇങ്ങനെ ഒരു മഹാശക്തിയുടെ ഒരു മഹാ ഊർജം നമുക്ക് പകർന്നു തരുന്നുണ്ടോ? ഇല്ല. ക്രൈസ്തവ ജനങ്ങൾ ഇത്രമാത്രം പീഡകൾ സഹിക്കുന്നു, ശരിയല്ലേ? നാട് കടത്തപ്പെടുന്നു, രക്തസാക്ഷികളാവുന്നു, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, കടബാധിത, നമ്മുടെ കുടുംബങ്ങൾ എടുത്തു നോക്ക്, കടബാധിത, ദുരിതം, രോഗം, കഷ്ടപ്പാട്, വേദന, സഹനങ്ങൾ, ഇതിങ്ങനെ ഒന്ന് തീരും മുമ്പ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അധപ്പതിച്ചു പോവാ. ആർക്ക് വേണേലും കയറി പന്ത് തട്ടാവുന്ന ഒരു കുടുംബമായിട്ട് ഈ ക്രൈസ്തവ കുടുംബങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. ഈ ദൈവത്തിനെ വാങ്ങിച്ചിട്ട് ഒരു വചനത്തിൻ്റെ മുകളിൽ ചവിട്ടി നിൽക്കുന്ന ആ ജനസമൂഹത്തിന് അത്രമാത്രം ചെയ്യാമെങ്കിൽ ഈ കുർബാന സ്വീകരിച്ചിട്ട് അതിൻ്റെ മുകളിൽ നിൽക്കുന്ന എനിക്കും നിങ്ങൾക്കും എന്തുമാത്രം ചെയ്യാൻ പറ്റും? ശരിക്കും ഹഗ്ഗായി പ്രവാചകൻ്റെയൊക്കെ പുസ്തകത്തിൽ 1-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളുടെ ഈ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. ശരിക്കും ഇത് നമ്മുടെ അവസ്ഥ തന്നെയാണ് പ്രവാചകന് പറയുന്നത്. ശരിക്കും നിങ്ങളുടെ ഈ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. നിങ്ങളേറെ വിതച്ചു, കുറച്ചു മാത്രം കൊയ്തു. നിങ്ങൾ ഭക്ഷിക്കുന്നു, ഒരിക്കലും തൃപ്തരാവുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു, തൃപ്തി വരുന്നില്ല. വസ്ത്രം ധരിക്കുന്നു, ആർക്കും കുളിര് മാറുന്നില്ല. കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിലിടാൻ മാത്രം. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളുടെ ഈ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. ശരിക്കും ഇതാണ് നമ്മുടെ അവസ്ഥ. നമുക്കൊന്നിലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. ഒരു കാര്യം ചെയ്യാനായിട്ടുള്ള കഴിവ് നമുക്കില്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്കില്ല. നമ്മളിങ്ങനെ ഒരു കംഫോർട്ട് സോണിലാകുവാണ് എല്ലാവരും. വചനം പകർന്നു കൊടുക്കേണ്ടവരുൾപ്പെടെ, അതിന് നേതൃത്വം വഹിക്കുന്നവരുൾപ്പെടെ എല്ലാവരും ഇങ്ങനെ ഒരു കംഫോർട്ട് സോണിലാകുക. കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യപ്പെടണം. ഇത് തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവരെ ഇങ്ങനെ കംഫോർട്ട് സോണിലാക്കുക, ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക. എല്ലാം ഇങ്ങനെ സ്പൂൺ ഫീഡിങ് പോലെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കഷ്ടപ്പാടോ വേദനയോ ഒന്നും ഇവർ ഫേസ് ചെയ്യുന്നില്ല. ഒരു പക്ഷേ ഗെത്സമൻ തോട്ടത്തിൽ നിന്നൊക്കെ യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്നില്ലേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് എടുത്തു മാറ്റണമേ. അതൊരു പക്ഷേ ഒരു മനസ്സിൻ്റെ ഒരു വീക്ക്നെസ്സിലായിരിക്കാം അത് പ്രാർത്ഥിച്ചത്, വേദനയിലായിരിക്കാം പ്രാർത്ഥിച്ചത്. പക്ഷേ യേശു എന്ന യഹൂദൻ, യേശു
യഹൂദനായിരുന്നു, അല്ലേ? ശരിയല്ലേ? യഹൂദ മതത്തിൽ, യഹൂദ പാരമ്പര്യത്തിൽ ജനിച്ചൊരു വ്യക്തിയാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത് നമുക്കറിയാം. ആ യഹൂദൻ്റെ ഉള്ളിലും പരിശുദ്ധ ദൈവമാതാവും ഔസേപ്പിതാവും പകർന്നു കൊടുത്ത വചനത്തിൻ്റെ ശക്തിയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റെതാണ്, എൻ്റെ കുഞ്ഞേ നീ എൻ്റെയാണ്, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് ദൈവപിതാവ് പ്രവാചകനിലൂടെ അരുൾ ചെയ്ത വചനത്തിൻ്റെ ശക്തി ആ മനസ്സിനെ രൂപാന്തരപ്പെടുത്താൻ തുടങ്ങി. ആ കർത്താവ് വീണ്ടും പ്രാർത്ഥിച്ചു. അതിനുശേഷം ഈ ഒരു രൂപാന്തരം വന്നു കഴിഞ്ഞിട്ട് അടുത്ത് പ്രാർത്ഥിക്കുകയാണ്, എങ്കിലും എൻ്റെ അല്ല നിന്റെ ഹിതമെന്ന് പറഞ്ഞ് ആ മരണത്തെ പോലും തോൽപ്പിക്കുന്ന ആത്മധൈര്യം വാങ്ങിച്ചെടുത്തോണ്ട കർത്താവ് ആ പീഡാസഹനത്തിലേക്ക് നടന്നു നീങ്ങിയത്. കാരണം അവിടെ ഒന്നും തോൽപ്പിക്കാൻ പറ്റില്ല, ഒരു യഹൂദനെ തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം പ്രവാചകനിലൂടെ അരുൾ ചെയ്ത ഈ വചനം. അങ്ങനെ മരണത്തെ പോലും തോൽപ്പിച്ച് ഉദ്ധാനം ചെയ്തവൻ തൻ്റെ ശരീരവും രക്തവും നമുക്ക് വേണ്ടി പിച്ച് ചീന്തി തന്നു കഴിയുമ്പോൾ ആ ശരീരത്തെ വാങ്ങിച്ചുകൊണ്ട് ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഇതെന്തേ പറ്റാത്തത്? കാരണം നമ്മൾ ഈ മാനസികമായിട്ട് ഈ മനസ്സിൽ ഇങ്ങനെ ഒരു വ്യക്തിയുണ്ട് എന്ന് നമുക്കൊരു ബോധ്യം കിട്ടുന്നില്ല. നമ്മുടെ ചേതനയിൽ, ബോധമണ്ഡലത്തിൽ ഈ ഒരു സാധനം കയറുന്നില്ല. ഹെബ്രായർ 4:12 പറയുന്ന പോലെ ദൈവത്തിൻ്റെ വചന ചേതനയിൽ, ആത്മാവിൽ, സന്ധിബന്ധങ്ങളും മജ്ഞയിലും തുളച്ച് കയറുന്നതല്ലേ? അങ്ങനെ തുളച്ച് കയറുന്ന വചനം എൻ്റെ ചേതനയെ, എൻ്റെ ബോധ്യമണ്ഡലത്തിൽ അത് മാറ്റം വരുത്തിയിട്ടില്ല. ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന്, ഇത് മാറ്റം വരണം. കാരണം ക്രിസ്ത്യാനികൾ എത്തിപ്പെടേണ്ട മേഖല ഇതൊന്നുമല്ല. കാരണം ഇതിൻ്റെയൊക്കെ അപ്പുറം നിൽക്കേണ്ട ഒരു വ്യക്തിയാണ് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ഗണം. ഇതിൻ്റെ മുൻവിശ്വാസികളാണല്ലോ യഹൂദ ജനങ്ങൾ. അവർക്ക് ഇത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ക്രിസ്ത്യാനിക്ക് ഇതിൻ്റെ അപ്പുറം ചെയ്യേണ്ട വ്യക്തിയാണ്, ഇതിൻ്റെ അപ്പുറം നിൽക്കേണ്ട വ്യക്തിയാണ്. ഇതിൻ്റെ അപ്പുറം നിൽക്കേണ്ട വ്യക്തിയാ ഞാനും നീയും. ക്രിസ്തുവിനെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നവൻ, ക്രിസ്തുവിൻ്റെ ആത്മാവിനെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്ന എനിക്ക് നിനക്കും ഇതിൻ്റെ അപ്പുറം ചെയ്യാൻ പറ്റണം. ഇത് നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തിയെടുക്കണം. നമ്മുടെ പല കുഞ്ഞുങ്ങൾക്കും ഈ ഒരു ഇമോഷണൽ ഇവിടെ പ്രശ്നമാണ്. അവർക്ക് അങ്ങോട്ട് കയറി പോകാൻ പറ്റുന്നില്ല. ഒരു ഇൻ്റർവ്യൂ വരുമ്പോൾ, അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യത്തിൽ ചെറിയൊരു സഹനങ്ങൾ വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, വേദന വരുമ്പോൾ അതിനെ മറികടക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. അവർ ഓടി ഒളിക്കുക. ഒരെണ്ണത്തിനെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി അവർ ഓടി ഒളിച്ച് വേറെ ഏതിലേലോ ചെന്ന് ചാടുന്നത്. അവിടെ ചെല്ലുമ്പോൾ അവിടെയും പ്രശ്നം. ഇത് രണ്ടാമത്തതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ മൂന്നാമത്തെ സ്റ്റാർട്ട് ചെയ്യും, അതും പ്രശ്നം. അത് സോൾവ് ചെയ്യാൻ വേണ്ടി 4 സ്റ്റാർട്ട് ചെയ്യും, അവിടെയും പ്രശ്നം. ഈ പ്രശ്നത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് ഈ ക്രിസ്ത്യാനി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഈ ഇമോഷണലി ഇങ്ങനെ അങ്ങ് അധപ്പതിച്ച് പോവുക. ഞാനൊക്കെ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഒത്തിരി പിള്ളേർ ഫ്രണ്ടിൽ വരുന്നുണ്ട്, ജോലി അന്വേഷിച്ച് വരുന്നതാണ്. ഈ കേരളത്തിൽ വല്ല തൊഴിലില്ലായ്മയുണ്ടോ? ഒന്നുമില്ല. കാരണം കേരളത്തിൽ തൊഴിലില്ലായ്മ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ അന്യ സംസ്ഥാനക്കാരൊക്കെ ഇവിടെ ഇതുപോലെ ജോലി എടുക്കുമോ? പക്ഷെ നമുക്ക് ജോലി ചെയ്യാൻ ഒരു കഴിവില്ലല്ലോ. അവിടെയാണ് പ്രശ്നം വരുന്നത്. ക്രിസ്ത്യാനിക്ക് അവിടെയാണ് വിഷയം വരുന്നത്. ഒരു ഇൻ്റർവ്യൂ നടന്നാൽ അവിടെ കയറിപ്പോകുന്നില്ല, അവിടെ പ്രശ്നമാണ്. മജോറിറ്റി കയറിപ്പോകുന്നില്ല. ഒരു 100 പേരെടുത്താൽ 2-3 പേരൊക്കെ കയറിപ്പോകുന്നത്. ബാക്കി ആർക്കും അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. ഇമോഷണലി അവർ വീക്കാണ്. ചിലരിങ്ങനെ പൊട്ടിത്തെറിക്കുന്നു, ചിലരിങ്ങനെ പൊട്ടി വാവിട്ട് കരയുന്നു. ചിലർക്ക് ബ്ലാങ്കാണ്, ഭയം അവരെ കീഴ്പ്പെടുത്തുന്നു. ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒക്കെ ഡോർ തുറന്ന് അകത്തോട്ട് പോകുമ്പോൾ പേടിയാണ്, വിറയ്ക്കാൻ തുടങ്ങുന്നു, പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. എന്താ സംഭവിക്കുന്നത്? ഇമോഷണലി ദേ ആർ വീക്ക്. കാരണം ഈ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, സൈക്കാട്രിസ്റ്റൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന സമയം തൊട്ട് കഴിഞ്ഞ മൊമെൻറ്റ് വരെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ വന്നു, എന്തൊക്കെ സംഭവിച്ചോ, ഇതിലൂടെ നമ്മൾ കണ്ട കാര്യത്തിലൂടെ, കേട്ട കാര്യത്തിലൂടെ, സംസാരിച്ച കാര്യത്തിലൂടെ, സ്പർശിച്ച കാര്യത്തിലൂടെ, ചിന്തിച്ച കാര്യത്തിലൂടെ നമുക്ക് ഇമോഷണലി നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇമോഷണൽ റിയാക്ഷൻസ് നമ്മുടെ മനസ്സിൽ കെട്ടിക്കിടക്കും. ഈ ഇൻസിഡൻസ് നമ്മൾ മറന്നു പോകും. അങ്ങനെ സൈക്കാട്രിസ്റ്റ് പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മനസ്സ് ഒരു സ്പോഞ്ച് പോലെയാണ്. ഇവിടെ ഇച്ചിരി വെള്ളം കിടന്നാൽ അത് വലിച്ചെടുക്കും, വിഷം കിടന്നാൽ അത് വലിച്ചെടുക്കും, പാല് കിടന്നാൽ അത് വലിച്ചെടുക്കും, തേൻ കിടന്നാൽ അത് വലിച്ചെടുക്കും. വലിച്ചെടുത്ത ഒരൊറ്റ സാധനം ഇത് റിജക്റ്റ് ചെയ്യത്തില്ല. കാരണം സ്പോഞ്ചിൻ്റെ പ്രത്യേകത ഇങ്ങനെ അബ്സോർവ് ചെയ്യുക എന്നുള്ളതാണ്. ഇതുപോലാണ് നമ്മുടെ മനസ്സിൻ്റെ തലവും. ഇതിലൂടെ വരുന്ന റിയാക്ഷൻസ് എല്ലാം ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ടിരിക്കും. എന്നിട്ട് ഇതിന് ഒത്ത സാഹചര്യം ഇന്നുണ്ടായിക്കഴിഞ്ഞാൽ ഈ റിയാക്ഷൻസ് അകത്തിരുന്ന് കുത്താൻ തുടങ്ങും. നമുക്കിത് ഇമോഷണൽ റിയാക്ഷൻസ് ആയിട്ട് ഇങ്ങനെ പുറത്തു വരാൻ തുടങ്ങും. നമ്മൾ പോലും അറിയാതെ നമ്മൾ ദേഷ്യപ്പെട്ടു, നമ്മൾ പോലും അറിയാതെ
നമ്മൾ കരയും. നമ്മൾ പോലും അറിയാതെ ഒരു ഭയം നമ്മളിങ്ങനെ കീഴ്പ്പെടുത്തും. ഏതെങ്കിലും വ്യക്തിയെ കാണുമ്പോൾ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങും നമ്മൾ. അല്ലെങ്കിൽ ഏതെങ്കിലും റൂമിനകത്ത് കയറുമ്പോൾ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങും. ഇരുട്ട് കണ്ടാൽ പേടി. അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ അങ്ങ് വിറയ്ക്കാൻ തുടങ്ങും. ബ്ലാങ്ക് ആകും, കണ്ണ് കാണത്തില്ല, കണ്ണിലൊക്കെ ഇരുട്ട് കയറുന്ന പോലെ. ഇങ്ങനത്തെയൊക്കെ വൈകാരിക തലങ്ങളിൽ നമ്മുടെ ഈ കഴിവുകളെ അങ്ങ് സപ്രസ് ചെയ്ത് കളയുക. ഇതിൽ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല. ശരിക്കും ഈ ഒരു സാധനത്തിനെ റിക്കവർ ചെയ്യാനായിട്ട് സ്പിരിച്വൽ കോഷ്യൻ്റ് എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. SQ എന്ന് പറയും. EQ ആണ് ഇമോഷണൽ കോഷ്യൻ്റ്. ഇതിനെ സ്പിരിച്വൽ കോഷ്യൻ്റ് ഇട്ടേ നള്ളിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ഒരു കാലഘട്ടത്തിൽ. പലരും ഇങ്ങനെ സൈക്കാട്രിസ്റ്റിനെയൊക്കെ പോയി കാണുന്നുണ്ട്, മെഡിസിൻസ് ഒക്കെ ഒത്തിരി കഴിക്കുന്നുണ്ട്. അതൊക്കെ ഒരു നിശ്ചിത കാലത്തേക്ക് മാത്രമേ ഉള്ളൂ. അത് നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും പിന്നെയും വരും. പക്ഷേ ഇതിനെ പെർമനൻ്റ് ആയിട്ട് നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നത് സ്പിരിച്വൽ കോഷ്യൻ്റ് മാത്രമേ ഉള്ളൂ. അതിന് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ജീവിതത്തിലെ 1-2 അനുഭവങ്ങൾ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാം. ഞാൻ 2011 ഇങ്ങനെ ടോക്കൊക്കെ എടുക്കാൻ തുടങ്ങുന്നത്. 2010 അവസാനത്തോടു കൂടി. ഇപ്പോൾ 2010 സഭയിലേക്ക് വരുന്നത്. അതിനുശേഷം 2010 അവസാനത്തോടു കൂടി ഇങ്ങനെ ടോക്കൊക്കെ പയ്യെ എടുക്കാൻ തുടങ്ങി. അങ്ങനെ 2011 അവസാന കാലഘട്ടമായപ്പോൾ ഒത്തിരി വേണ്ടപ്പെട്ട ഒരു സുഹൃത്താണ്, ഒരു പ്രശസ്തമായ ധ്യാനകേന്ദ്രത്തിലെ ഒരു ഗെത്സമൻ, ഒരു പ്രാർത്ഥന കൂട്ടായ്മയുടെയൊക്കെ ലീഡറാണ്. ആൾ എന്നോട് പറഞ്ഞു, ജോർജ് ബ്രദർ ടോക്കൊക്കെ ഭയങ്കര ഇൻസ്പയർഡ് ആയിരുന്നു, പക്ഷേ ജോർജ് ബ്രദർ പലപ്പോഴും കരയുന്നത് കണ്ടു. അപ്പോൾ ഇത് ശരിയല്ല. കാരണം ജോർജ് ബ്രദർ കരയാൻ പാടില്ല. കാരണം ഇത് കേട്ട് ജനങ്ങൾ കരഞ്ഞോട്ടെ, അതൊരു അഭിഷേകത്തിൻ്റെ തട്ട്. പക്ഷേ ജോർജ് ഒരിക്കലും കരയാൻ പാടില്ല. ഇത് കരയാൻ കാരണം ഇതാണ്, പണ്ട് അമ്മയുടെ ഉദരത്തിലൊരുവായ സമയം തൊട്ട് കഴിഞ്ഞ മൊമെൻറ്റ് വരെ ഇങ്ങനെ കരയാൻ എന്തോ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ആ ഇൻസിഡൻ്റൊക്കെ മറന്നുപോയി. പക്ഷേ ആ ഒരു ഇമോഷണൽ റിയാക്ഷൻസ് അകത്ത് കെട്ടിക്കിടപ്പുണ്ട്. അതിനൊത്ത സാഹചര്യം വരുമ്പോൾ അത് കുത്തും, റിയാക്ഷനായിട്ട് പുറത്തോട്ട് വരും, ജോർജ് കരയാൻ തുടങ്ങും. അപ്പോൾ അന്നൊക്കെ ഞാനിങ്ങനെ ടോക്ക് എടുക്കുമ്പോൾ എന്തെങ്കിലും സങ്കടകരമായ കാര്യം പറഞ്ഞിട്ട് ഞാനിങ്ങനെ കരയും. മൈക്കൊക്കെ താഴെ വെച്ചിട്ട് ടവലൊക്കെ എടുത്ത് തുടച്ച് 5-10 മിനിറ്റ് അവിടെ നിന്ന് കരയും. അതിനുശേഷം വീണ്ടും മൈക്ക് എടുക്കും, പ്രസംഗിക്കാൻ തുടങ്ങും. അടുത്ത ഇൻസിഡൻറ്റ് വരും, വീണ്ടും കരയാൻ തുടങ്ങും. ഇത് തന്നെ ഇങ്ങനെ അങ്ങ് പോകാൻ തുടങ്ങി. എന്നിട്ട് അന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഈ സംഭവങ്ങൾ ജോർജിന് മാറ്റം വന്നെങ്കിൽ മാത്രമേ നമ്മളിങ്ങനെ മെൻ്റലി സ്റ്റേബിൾ ആവത്തുള്ളൂ. അങ്ങനെ സ്റ്റേബിൾ ആയെങ്കിൽ മാത്രമേ യഥാർത്ഥ കൃപ ജോർജിൽ നിന്ന് ഒഴുകത്തുള്ളൂ. അല്ല ഇമോഷണലാണെന്ന് പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? ഇമോഷണലാണ് ഇത് പുറത്തു വരുന്നത്. അപ്പോൾ അന്ന് എനിക്ക് ഈ സഹോദരൻ എനിക്കൊരു പ്രയർ എഴുതി തന്നു. അത് ഭയങ്കര അർത്ഥവത്തായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞത്, ഇതിന് ഈ ഹീലിംഗ് നമുക്ക് ആവശ്യമാണ്, മനസ്സിൻ്റെ തലത്തിൽ ഒരു ഹീലിംഗ് ആവശ്യമാണ്. ഇതിനാണ് നമുക്ക് ആന്തരിക സൗഖ്യം എന്നൊക്കെ പറയുന്നത്. ഒരു ആന്തരിക സൗഖ്യം, ധ്യാനം കൂടുക എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. ഈ ആന്തരികമായിട്ട് കിടക്കുന്ന മുറിവുകളൊക്കെ നമുക്ക് സൗഖ്യപ്പെടുക വേണ്ടത്. കാരണം ഞാനൊരു സംഭവം ഇങ്ങനെ ഓർക്കുന്നുണ്ട്. ഒരു ബഹുമാനപ്പെട്ട വൈദികൻ്റെ ഒരു പ്രസംഗത്തിൽ അടർത്തിയെടുത്തൊരു സാധനമാണ്. അച്ഛനിങ്ങനെ പറഞ്ഞു, അച്ഛനൊരു ദിവസം അച്ഛൻ്റെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഒരു അമ്മച്ചി ഇങ്ങനെ രാത്രി വിളിച്ചിട്ട് ആ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ആകെ അവിടെ പ്രശ്നമാണ്. മോൻ വന്ന് വെള്ളമടിച്ചിട്ട് എല്ലാവരെയും തല്ലി ഒക്കെ ഇരിക്കുകയാണ്. അങ്ങനെ വലിയ പ്രശ്നം. എന്നിട്ട് അവൻ ഗ്യാസ് കുറ്റിയൊക്കെ ഓണാക്കിയിരിക്കുക, ഇപ്പം കത്തിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു 4 വയസ്സുള്ള മോനുണ്ട്, അവനെ കണ്ടില്ല. അച്ഛനിങ്ങനെ തപ്പി പോയപ്പോൾ ഒരു അലമാരയുടെ മൂലയ്ക്ക് തലയിടിച്ച് ഇങ്ങനെ നിന്നോണ്ടിരിക്കുക, പേടിച്ചിട്ട്. വിളിച്ചിട്ട് വരുന്നില്ല ഈ കുഞ്ഞ്. അതിനെ അച്ഛൻ ചെന്ന് ഇവനെ എടുത്തിങ്ങനെ അച്ഛൻ്റെ നെഞ്ചിലോട്ട് ചേർത്ത് വെച്ചപ്പോൾ ഇവൻ ഏങ്ങി കരയാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അച്ഛൻ ഇങ്ങനെ കണ്ണീരിങ്ങനെ ഒത്തോട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു. അച്ഛൻ നെഞ്ചിൽ തൊട്ടെന്ന് പറഞ്ഞു കണ്ണീര്. എന്നിട്ട് അച്ഛൻ പോലും അറിയാതെ ഇങ്ങനെ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു, കർത്താവേ, ഇതുമൂലം ഈ കുഞ്ഞിൻ്റെ മനസ്സ്, കാരണം 10-20 വർഷം കഴിഞ്ഞാൽ 25 വർഷം കഴിഞ്ഞാൽ ഈ നാട് കാണാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു കുറ്റവാളിയാണ് ഞാൻ കയ്യിൽ പിടിച്ചേക്കുന്നത്. എൻ്റെ പൊന്നു കർത്താവേ, ഈ സംഭവം മൂലം ഈ കുഞ്ഞിൻ്റെ മനസ്സെന്തെങ്കിലും മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ സൗഖ്യപ്പെടുത്തിയേക്കണമേ. കാരണം ഒരൊറ്റ സംഭവം മതി അവനെ വലിയൊരു കുറ്റവാളിയാക്കി മാറ്റാനായിട്ട്. കാരണം മനസ്സ് മുറിയപ്പെടുമല്ലേ. ഇതിങ്ങനെ തകട്ടും. കാരണം ഇന്ന് കാണുന്ന പല കുറ്റവാളികൾ ഒക്കെ രൂപപ്പെട്ടത് ഇങ്ങനത്തെ മാനസികമായിട്ട് തകർന്നവരാണ്. അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി അവർ വേറെ ഏതെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുന്നത്. കാരണം എൻ്റെ പ്രിയ സഹോദരി, അതിൽ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് യേശുവിൻ്റെ കൂട്ടുപിടിച്ചിട്ടേ പറ്റത്തുള്ളൂ. അന്ന് എന്നോട് ആ സഹോദരൻ പറഞ്ഞു തന്നു, ജോർജെ, നിനക്ക് ഇങ്ങനത്തെ ഇമോഷണൽ കാര്യങ്ങളൊക്കെ മാറണം. എന്നിട്ട് എനിക്കൊരു പ്രയർ ഇങ്ങനെ പറഞ്ഞു തന്നു. ആ പ്രയർ ഇതാണ്: ഈശോയെ, നീ എൻ്റെ പഴയകാല ജീവിതത്തിലേക്ക് കടന്നു വരണമേ. ഇന്നല്ല എനിക്ക് ഹീലിംഗ് ആവശ്യം. എനിക്ക് ചിലപ്പോൾ 4-ാം ക്ലാസ്സിൽ വെച്ചിട്ടായിരിക്കും മുറിഞ്ഞിരിക്കുന്നത്. ആ 4-ാം ക്ലാസ്സിലേക്കാണ് കർത്താവ് പോകേണ്ടത്. ഇന്നും ഇന്നലെയും എന്നും ഞാൻ ഒരുവൻ തന്നെയാണെന്ന് പറഞ്ഞ യേശുവിന് മാത്രമേ കഴിഞ്ഞ കാലത്തിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. വേറെ ആർക്കും പോകാൻ പറ്റില്ല. ദൈവത്തിന് മാത്രമേ അത് പോകാൻ പറ്റത്തുള്ളൂ. നമുക്ക് പോകാൻ പറ്റത്തില്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ്, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ യേശുവിന് പോകാൻ പറ്റും. ഈശോയെ, നീ എൻ്റെ പഴയകാല ജീവിതത്തിലേക്ക് കടന്നു വരണമേ. എനിക്ക് എവിടെ സൗഖ്യം ആവശ്യമുണ്ടോ അവിടെ സൗഖ്യം നൽകണമേ. എനിക്കെവിടെ വിശുദ്ധീകരണം ആവശ്യമുണ്ടോ വിശുദ്ധീകരിക്കണമേ. എനിക്കെവിടെ രൂപാന്തരീകരണം ആവശ്യമുണ്ടോ രൂപാന്തരീകരിക്കണമേ. എനിക്കെവിടെ വിടുതൽ ആവശ്യമുണ്ടോ വിടുതൽ നൽകണമേ.
ശരിക്കും ഇത് 4 കാര്യങ്ങൾ: സൗഖ്യം, രൂപാന്തരീകരണം, വിശുദ്ധീകരണം, വിടുതൽ. ഭയത്തിൽ നിന്നുള്ള വിടുതൽ, ഇനി അശുദ്ധിയിൽ നിന്നുള്ള വിശുദ്ധീകരണം, മനസ്സ് രൂപാന്തരപ്പെടണം. ശരിക്കും നമ്മളൊക്കെ ഇപ്പം ഒരു 10-20 വയസ്സ് വരെ ജീവിച്ചു. 20 വർഷമായിട്ട് നമ്മുടെ ശരീരം രൂപാന്തരപ്പെടുക. ഇന്നിരിക്കുന്ന പോലെയല്ല നാളെ, നാളെ ഇരിക്കുന്ന പോലെയല്ല നാളെ കഴിഞ്ഞ്, അതുപോലെ അല്ല ഇന്നലെ ഇരുന്നത്. ശരിയല്ലേ? എന്തൊക്കെയോ മാറ്റം. ഇന്ന് ഞാൻ ഷേവ് ചെയ്തിട്ടുണ്ട്, നാളെ ഇച്ചിരി കിളുത്തൊക്കെ ഇരിക്കും. മുടിയൊക്കെ നരയ്ക്കാൻ തുടങ്ങി, ചിലപ്പോൾ നാളെ 1 നര കൂടുതൽ വരും. കാരണം സംതിങ് ചേഞ്ച് ഇൻ അവർ ബോഡി. അപ്പോൾ നമ്മുടെ ശരീരം ഓരോ ദിവസം രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ 34 വയസ്സായി. 34 × 365 ഡേയ്സ് ആയിട്ട് ഇതിങ്ങനെ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക. ശരീരം മാത്രം രൂപാന്തരപ്പെട്ടാൽ മതിയോ? എനിക്ക് ശരീരം, മനസ്സ്, ആത്മാവുണ്ടല്ലോ. ഈ മനസ്സും രൂപാന്തരപ്പെടണ്ടേ? അല്ലെങ്കിൽ ഇൻബാലൻസ് ആയി പോകത്തില്ലേ? ഇനി ശരീരം 34 വയസ്സ് വരെ വളർന്നു, മനസ്സ് വളർന്നിട്ടില്ലെങ്കിലോ? പ്രശ്നമല്ലേ? ഈ മനസ്സ് വളരാൻ വേണ്ടിയാണ് ദൈവം ഈ സഹനങ്ങൾ, പ്രതിസന്ധികൾ നമ്മളെ അനുവദിക്കുന്നത്. ഇത് ട്രാൻസ്ഫോം ചെയ്യണം. 1-ാം ക്ലാസ്സിൽ നിന്ന് 2-ാം ക്ലാസ്സിലേക്കൊക്കെ പോകുന്ന പോലെ ഈ മനസ്സ് രൂപാന്തരപ്പെടണം. രൂപാന്തരപ്പെട്ടേ പറ്റൂ. ഇതിനു വേണ്ടിയാണ് സഹനങ്ങൾ അനുവദിക്കുന്നത്. ഇതിനെ മറികടക്കുമ്പോഴാണ് മനസ്സ് ശക്തിപ്പെടുന്നത്. ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഈശോയെ, നീ എൻ്റെ പഴയകാല ജീവിതത്തിലേക്ക് കടന്നു വരണമേ. എനിക്ക് എവിടെ സൗഖ്യം ആവശ്യമുണ്ടോ സൗഖ്യം നൽകണമേ. പ്രത്യേകിച്ച് ഞാൻ പരിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ചിട്ട് നാവിൽ വെക്കും. പെട്ടെന്ന് ഇറക്കത്തില്ല. ഇങ്ങനെ നാവിൽ ഹോൾഡ് ചെയ്തിട്ട് പറയും, കർത്താവേ, നീ എൻ്റെ പഴയകാല ജീവിതത്തിലേക്ക് കടന്നു ചെല്ലണമേ. എനിക്കെവിടെ സൗഖ്യം ആവശ്യമുണ്ടോ സൗഖ്യം തരണമേ. എനിക്കെവിടെ വിശുദ്ധീകരണം ആവശ്യമുണ്ടോ വിശുദ്ധീകരിക്കണമേ. എനിക്കെവിടെ രൂപാന്തരീകരണം ആവശ്യമുണ്ടോ രൂപാന്തരീകരിക്കണമേ. എനിക്കെവിടെ വിടുതൽ ആവശ്യമുണ്ടോ വിടുതൽ നൽകണമേ. എൻ്റെ പ്രിയ സഹോദര സഹോദരി, ഒരു മിറാക്കിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആകമൊത്തം മാറാൻ തുടങ്ങി. ഈ ഇമോഷണൽ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. കാരണം അതിനുശേഷം ഒരൊറ്റ ടോക്കിൽ പോലും ഞാൻ കരഞ്ഞിട്ടില്ല. അതുപോലെ എനിക്ക് മുൻകോപം, ഇതൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു. ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. ഇമോഷണലി സകലതും കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ഒരു പാരലിസം ആണല്ലോ. കർത്താവിൻ്റെ വഴിയെ പോകുമ്പോൾ ആട്ടും തുപ്പും എല്ലാം വെറുപ്പും ഈ അടിയും ഏറും ചവട്ടും പുറകിൽ നിന്ന് കുത്തലും എല്ലാം ഉണ്ടല്ലോ. ഇതെല്ലാം നമുക്ക് സഹിക്കാൻ പറ്റുന്നത് ഈ ഒരു ഇമോഷണൽ കോഷൻ്റെ കൺട്രോൾ ചെയ്യുമ്പോഴാണ്. അല്ലെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇമോഷണലി റിയാക്ട് ചെയ്ത് പോകും. അത് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ വിജയിക്കണം. എല്ലാ തലത്തിലും ക്രിസ്ത്യാനി ഏറ്റവും ടോപ്പ് ലെവലിൽ വരണം. ടോപ്പ് ലെവലിൽ വരണമെങ്കിൽ ഈ ഇമോഷണൽ സാധനത്തിനെ അടിച്ച് ദൂരെ കളയണം. ദൂരെ കളഞ്ഞ് അതിനെ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് കയറി പോകണം. അതിന് കർത്താവായ യേശു മെശിഹ അന്ന് പ്രവാചകനിലൂടെ ഒരു വചനത്തിലൂടെയാണ് ഇസ്രായേൽ ജനത്തെ പിടിച്ചു നിർത്തുന്നതെങ്കിൽ, അതേ വചനം പരിശുദ്ധ കുർബാനയായിട്ട് ഫിസിക്കലി നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ട്. ആ കർത്താവിനെ നമുക്ക് കൂട്ടുപിടിച്ച് നമുക്ക് യാത്ര തുടങ്ങാം. നമുക്ക് വിജയിക്കാം. നമുക്ക് വിജയിക്കണം. വിജയം നൽകുന്ന കർത്താവ്, സ്വർഗത്തിലെ യോദ്ധാവ്, സൈന്യങ്ങളുടെ കർത്താവ്, പൊന്നു തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് വിജയം നൽകുന്ന കർത്താവ്. ഞാൻ വിജയിക്കും, നമ്മൾ വിജയിക്കും, നമ്മൾ മുമ്പോട്ട് പോകും. ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ജീവിത പ്രതിസന്ധികളെ മറികടക്കാനായിട്ട് നീ മറികടന്നതുപോലെ ഗത്സമനിൽ നീ പ്രാർത്ഥിച്ച് വാങ്ങിച്ചെടുത്ത ആത്മധൈര്യം പോലെ ഓരോ പ്രതിസന്ധിയിലും അത് മറികടക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, അമ്മ പുത്രനെ പഠിപ്പിച്ചതുപോലെ വചനം നിറച്ച് ഞങ്ങളെയും പഠിപ്പിക്കണമേ. വചനം നിറച്ച് മനസ്സിനെ രൂപാന്തരപ്പെടുത്താനായിട്ട്, വചനം കൊണ്ട് മനസ്സിനെ രൂപാന്തരപ്പെടുത്താനായിട്ട്, നിന്നെ ശക്തനാക്കുന്നവനിലൂടെ നിനക്കെല്ലാം ചെയ്യാൻ സാധിക്കും. എന്നെ ശക്തനാക്കുന്നവനോടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. കർത്താവേ, നീ എൻ്റെ ഉള്ളിലുണ്ടെന്നുള്ള വലിയൊരു ബോധ്യം, പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, നിൻ്റെ പുത്രൻ ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ള വലിയൊരു ബോധ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കാനായിട്ട് ഈ വിശ്വാസം കേൾവിയിൽ നിന്നുമാണല്ലോ കർത്താവേ. അനേകർക്ക് ഇത് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള അനേക വ്യക്തികളെ നീ അഭിഷേകം ചെയ്യണമേ. പറഞ്ഞു കൊടുക്കട്ടെ, ഇത് കേൾക്കട്ടെ, വിശ്വാസത്തിൻ്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, അമ്മയിൽ നിറഞ്ഞ വിശ്വാസത്തിൻ്റെ തീ ഞങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ. പ്രതിസന്ധികളെ മറികടക്കാനുള്ള വിശ്വാസത്തിൻ്റെ, ആത്മധൈര്യത്തിൻ്റെ അഭിഷേകം നിറയട്ടെ. ആമേൻ.